ഭാഗം പരിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 18-ാം അധ്യായത്തിലെ ആദ്യത്തെ 11 വാക്യങ്ങളാണ്. Among the 4 Gospels, St. Matthew's Gospel is considered to be more organized and more systematic. And the New Testament scholars, they think that he was a teacher by profession. Just like a teacher notes down the important points and the important illustrations in a notebook, St. Matthew is delineating the picture of Jesus, the life of Jesus and his works in a systematic order, right from the beginning of the gospel up to the end. Everything is divided into 3 parts. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി. 3 യേശുക്രിസ്തുവിന്റെ 3 ടൈറ്റിൽസ് ഉപയോഗിച്ചുകൊണ്ട് തുടങ്ങും. അവസാനിക്കുമ്പോൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കുവാൻ ഉള്ള ആഹ്വാനമാണ്. And in between everything is organized. Take for example the Sermon on the Mount. Some people think that there are 5 sermons in this gospel. 5 പ്രസംഗങ്ങൾ ഇതിലുണ്ട്. അതിൽ ആദ്യത്തേതാണ് Sermon on the Mount, ഗിരിപ്രഭാഷണം. കർത്താവ് ഒരിക്കൽ നടത്തിയ ഒരു പ്രസംഗമായി ആരും ഇതിനെ കാണുന്നില്ല. പലപ്പോഴായി താൻ നടത്തിയ പ്രസംഗങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് ഒരു വലിയ ദീർഘമായ പ്രസംഗമായി അതിനെ ക്രമീകരിച്ചിരിക്കുകയാണ്. That is from chapter 5 to 7. In chapter 10, we have a sermon about the mission of the church. സഭയുടെ സുവിശേഷീകരണത്തെ പറ്റിയാണ്. In chapter 13, a series of parables are put together, and the theme of all these parables is the kingdom of heaven. So that is a sermon about the kingdom of heaven. In chapter 18, which we have read today, it is a sermon on the church. What should be a church? And in 24 and 25 chapters, we have a sermon about the ends of the earth, the second coming of Christ. So as I told you, ഇത് സഭയെ സംബന്ധിച്ചുള്ള ഒരു പ്രസംഗമാണ്. സഭ എന്നുള്ള വാക്ക് തന്നെ മത്തായി ശ്ലീഹ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. എക്ലീസിയ എന്നാണ് ഗ്രീക്ക് പദം. അത് മറ്റു സുവിശേഷങ്ങളിൽ കാണുന്ന ഒരു പദമല്ല. 14-ാം അധ്യായത്തിൽ ശ്ലീഹന്മാരോട് കർത്താവ് ചോദിക്കുന്നു, ഞാൻ ആരെന്നാണ് പറയുന്നത്? ചിലർ പറഞ്ഞു യോഹന്നാൻ സ്നാപകനാണെന്ന് പറയുന്നവരുണ്ട്, ഏലിയാവാണെന്ന് പറയുന്നവരുണ്ട്, വേറൊരു പ്രവാചകനാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ കർത്താവ് ചോദിച്ചു, what is your opinion? You are my companions and you accompany me wherever I go. What is your opinion? And then Peter stood up as a representative of the other disciples and he said, you are the Christ, the Son of the Most High. അപ്പൊ കർത്താവ് പറയുന്നു, നീ പാറയാണ്, ഈ പാറമേലാണ് ഞാൻ എൻ്റെ സഭയെ പണിയാൻ പോകും. വിശ്വാസത്തിന്റെ പാറയായ പത്രോസ്. ഇവിടെ 18-ാം അധ്യായത്തിൽ ഈ സഭ എങ്ങനെ പ്രവർത്തിക്കണം എന്ന് പറയുന്നു. അതിൽ ആദ്യത്തെ 11 വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. അവിടെ ശിഷ്യന്മാരോട് പറയുന്നത്, ശിഷ്യന്മാരുടെ ഇടയിൽ ഒരു ചെറിയ തർക്കമുണ്ട്. തർക്കം മറ്റൊന്നുമല്ല, who is the first one? Who is the greatest among the others? ആരാണ് ഏറ്റവും വലിയ ആൾ? ഇത് ശിഷ്യന്മാരെ കർത്താവിന്റെ കൂടെ നടന്നു, തന്റെ ഉപദേശങ്ങൾ കേട്ടു, തന്റെ അതിശയ പ്രവർത്തനങ്ങൾ കണ്ടു, തന്റെ ജീവിത ശൈലി പരിശീലിച്ചു. In spite of all these experiences, still they are thinking about their place in the kingdom of God. അവിടെ ആരായിരിക്കും വലിയത്? ഒരിക്കല് 2 ശിഷ്യന്മാർ സഹോദരങ്ങളായിരുന്നവരുടെ അമ്മ ഒരു റെക്കമെൻഡേഷനുമായിട്ട് വന്നു. സബദി മക്കളുടെ അമ്മയുടെ റെക്കമെൻഡേഷൻ എന്തായിരുന്നു? ഒരു വളരെ ചെറിയൊരു റെക്കമെൻഡേഷനാണ്. നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോ വലത്തുവശത്ത് എന്റെ മോൻ യാക്കോബിനെയും ഇടതുവശത്തെ ഇളയ മോൻ യോഹന്നാനെയും ഇരുത്തിയാൽ മതി. That's a simple request. And both the places, the prestigious places are reserved. അപ്പൊ നമ്മുടെയൊക്കെ മനസ്സിൽ ഈ ഒരു ചിന്തയാണ്,
എവിടെ ചെന്നാലും നമുക്ക് ഒന്നാം സ്ഥാനം കിട്ടും. കഴിഞ്ഞ ആഴ്ച വായിച്ചതും അത് തന്നെയാണ്. ഒരു കല്യാണ സദ്യക്ക് പോയപ്പോൾ ഏറ്റവും ആദ്യത്തെ സീറ്റിലാണ് പരീക്ഷന്മാര് നോക്കിയിരിക്കാൻ പോകുന്നത്. ഞങ്ങളുടെ അച്ഛന്മാർക്കും അങ്ങനെയുള്ള കുഴപ്പമൊക്കെ ഉണ്ട്. നിങ്ങൾ പറയാതെ തന്നെ ഞങ്ങൾ ആദ്യത്തെ സീറ്റിൽ പോയിരിക്കും. ചിലപ്പോഴൊക്കെ തെറ്റിപ്പോകും. സീറ്റ് മറ്റ് പലർക്കും ക്രമീകരിച്ചിരിക്കുകയായി. അപ്പൊ അവിടെ കർത്താവ് പറയുന്ന അവിടെയും ഈ ഹ്യൂമിലിറ്റിയെ പറ്റിയാണ്. പ്രധാന സ്ഥാനമാണ് നമുക്കൊക്കെ വേണ്ടത്. പ്രത്യേകിച്ച് ഇന്ന് ഇപ്പൊ ലോകത്തിൽ എല്ലാവരും പ്രധാനപ്പെട്ടവരാണെന്ന് പറയുന്നു. പണ്ട് അങ്ങനെയല്ല. ഒരു ക്ലാസ് ഉണ്ടെങ്കിൽ 10-70 പിള്ളേരെ കാണും. ആരെങ്കിലും 1-2 പേരെ ഉള്ളൂ മിടുക്കന്മാർ, ബാക്കിയെല്ലാം ചൂത്തകളാണ് മലയാളത്തിൽ പറഞ്ഞത്. പക്ഷെ ഇന്നിപ്പോ അങ്ങനെയല്ല. മോഡേൺ എഡ്യൂക്കേഷണൽ സൈക്കോളജി, എവരിബഡി ഈസ് ഇമ്പോർട്ടന്റ്, എവരിബഡി ഈസ് ഇന്റലിജന്റ്. ഹോവാർഡ് ഗാർട്ട്നറുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി നിങ്ങൾക്ക് അറിയാമായി. ഹോവാർഡ് ഗാർട്ട്നർ ആണ് നമ്മുടെയൊക്കെ മനസ്സിൽ ഇപ്പോഴും ഇരിക്കുന്നത് കണക്കിന് 100 കിട്ടാത്തവൻ മണ്ടനാണ്. അവനെ കൊണ്ട് ഈ ലോകത്തിൽ ഒന്നിനും കൊള്ളുകയെന്നാണ് നമ്മുടെ വിചാരം. ഹോവാർഡ് ഗാർട്ട്നർ പറഞ്ഞത് that is only one among the many intelligences. That is a mathematical and logical intelligence. Everybody cannot have that intelligence. There are a few types of other intelligences. There are people who can learn the languages very easily. They have the linguistic intelligence. They may get 90-95 for the languages, whatever it is, Spanish, French, German, English, Hindi, Malayalam, whatever it is. They may get poor marks for mathematics. So the linguistic intelligence is there. And there are people who are good in music. They have the musical intelligence. And there are people who are good in coordinating things. മറ്റാളുകളെ ഒക്കെ ഒന്ന് പ്രോത്സാഹിപ്പിച്ച് ഒരു ടീം സ്പിരിറ്റോടുകൂടി ഒരു നല്ല ക്യാപ്റ്റനായിട്ട് പ്രവർത്തിക്കാൻ കഴിവുള്ള ആളുകളുണ്ട്. They have the interpersonal intelligence. അതെല്ലാവരെ കൊണ്ടും പറ്റുന്ന ഒരു കാര്യമല്ല. And there are people with intrapersonal intelligence. They look into themselves. അവരിലേക്ക് തന്നെ നോക്കിയിരിക്കുക. And they look up to heaven. അവർക്ക് വേണ്ടത് ഈ ലോകത്തിലെ അല്ല. They want mystical experiences, ascetic practices in their life. So people are different. And today the educational system highlights all these aspects. Everybody is supported to develop his own talents and intelligences. പക്ഷെ അവിടെയും വരുന്നൊരു കുഴപ്പം, ഈ കോമ്പറ്റീഷൻ അങ്ങോട്ട് വർദ്ധിക്കുകയാണ്, മത്സരം അങ്ങോട്ട് വർദ്ധിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മൾ പഠിപ്പിക്കുന്ന അങ്ങനെയാണ്. പ്രീ സ്കൂൾ മുതൽ കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ അവിടെയും നമ്മൾ അവരെ മോട്ടിവേറ്റ് ചെയ്യും. യു ഷുഡ് ഗെറ്റ് ദ ഫസ്റ്റ് പ്രൈസ്. സെക്കൻഡ് കിട്ടുമ്പോൾ തന്നെ ആള് വാടിപ്പോവുകയാണ്. അങ്ങനെ ഇങ്ങോട്ട് വന്ന് ഫസ്റ്റ് തന്നെ വാങ്ങിച്ച് ഏറ്റവും നല്ല പ്രൊഫഷണൽ കോളേജിൽ നിന്ന് ഒക്കെ വന്നു, IIT-യിൽ നിന്ന് വന്നു, അല്ലെങ്കിൽ ഹാർവാർഡിൽ നിന്ന് വന്നു. But they don't know how to live. ഒത്തിരി വിദ്യാഭ്യാസമുണ്ട്, ജീവിക്കാൻ അറിയില്ല. ജീവിതത്തിലെ കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ വരുമ്പോൾ they are defeated. They don't know how to live with other people. കല്യാണം കഴിച്ച് കഴിയുമ്പോൾ മറ്റൊരാളുടെ കൂടെ ജീവിക്കാൻ കഴിയുന്നു. ബിക്കോസ് ഇതുവരെ അവരിങ്ങനെ compete ചെയ്ത് വരികയാണ്. They want the first place. They want all the privileges, all the good places. They are not ready to share their things. They are not ready to bow down to the authority of others. ഈ ഹ്യൂമിലിറ്റിയുടെ എതിരായിട്ട് നിൽക്കുന്നത് എന്തൊക്കെയാണ്? പ്രൈഡ് ഉണ്ട്, അരഗൻസ് ഉണ്ട്, കോമ്പറ്റീറ്റീവ് മൈൻഡ് ഉണ്ട്, സെൽഫിഷ്നെസ് ഉണ്ട്. These are the things which are opposite to humility. പക്ഷെ ഹ്യൂമിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് കോമ്പറ്റീഷൻ വേണ്ട എന്ന് ഞാൻ പറഞ്ഞു വിടുകയല്ല. It is good that you compete. I like competition. I like the sports. I watch the cricket matches, even the basketball of NBA. Sometimes I watch and I enjoy it. I like only one person gets the trophy. That's well and good. But you have to recognize the others, respect the others. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. And when you are a competitor, when you are a part of a competition, you should have the mind to accept the defeat. പരാജയം ഒന്ന് ഉൾക്കൊള്ളാൻ ഇന്ന് പലർക്കും കഴിയുന്നില്ല.
എനിക്ക് എൻ്റെ പ്രദേശത്തുള്ള ഒരു കുട്ടിയെ അറിയാം. 2 കുട്ടികളാണ്. 2 കുട്ടികളാകുമ്പോഴാണ് വീട്ടിൽ വലിയ പ്രശ്നങ്ങൾ വരുന്നത്. 2 കുട്ടികളും വളരെ മിടുക്കരാണ്. ഒരാൾ വളരെ എക്സ്ട്രോവേർട്ടാണ്, മറ്റേയാൾ ഇൻട്രോവേർട്ടാണ്. But both are good in the studies, in the extracurricular activities. ആദ്യത്തെ ആള് എവിടെയും പോയി മത്സരിച്ച് സമ്മാനം വാങ്ങിച്ചുകൊണ്ട് വരും. രണ്ടാമത്തെ ആൾ, she is also capable to get the prizes, but she is not brave enough to do that. ഞാൻ പഠിച്ചു വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് അവൾക്ക് തോക്കാൻ മനസ്സില്ല. അതുകൊണ്ട് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനും കഴിയുന്നില്ല. ഞാൻ മത്സരിച്ചു കഴിഞ്ഞാൽ സെക്കൻഡായി പോകുമോ എന്നുള്ള പേടിയാണ്. ഫസ്റ്റ് മാത്രമാണ് പലപ്പോഴും കിട്ടുന്നത്. പക്ഷേ ആ പരീക്ഷയുടെ സമയം വലിയ ടെൻഷനാണ്. ഊണും ഉറക്കവുമില്ല, കരച്ചിലും വെപ്രാളവുമാണ്. I'm talking about a young girl who gets 95, 96, 97% for all the subjects. But before the examination, she is very much nervous, and even the parents are in trouble. ഇത് നമ്മളൊക്കെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. നാഗ്പൂർ സെമിനാരിയിലായിരുന്നപ്പോൾ അവിടെ ഞങ്ങൾക്ക് മന്ദബുദ്ധികളുടെ ഒരു സ്കൂൾ ഉണ്ടായിരുന്നു. How many of you have seen mentally retarded children? It's a difficult job to live along with them. അങ്ങനെയുള്ളവർ വീട്ടിലുണ്ടെങ്കിൽ മാതാപിതാക്കൾ ഒത്തിരി ത്യാഗം അനുഭവിക്കേണ്ടി വരും. ഈ മന്ദബുദ്ധികളായ കുട്ടികളെ കൊണ്ട് ഒത്തിരി ഒന്നും നമുക്ക് ചെയ്യിക്കാൻ ഒക്കുകയും അവരെ കൊണ്ടൊരു സെൽഫ് സപ്പോർട്ടിംഗ് ആയിട്ട് പലതേക്കാരും മറ്റു കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാൻ വളരെ ശ്രമിച്ചാൽ അതുപോലും പെട്ടെന്ന് വരികയും അവരുടെ the motor system is very slow and the reflection everything is not like the other children. ഇങ്ങനെയുള്ള ഒരു കൂട്ടം കുട്ടികളെ ഓടാണെന്ന് പഠിപ്പിച്ചു. ഒരു 150 meters റേസ് വളരെ ദിവസങ്ങൾ കൊണ്ട് സ്പെഷ്യലി ട്രെയിൻഡ് ടീച്ചേഴ്സ് ആണ് പഠിപ്പിച്ചിരിക്കുന്നത്. 5 പേരെ അവിടെ എടുത്തു നിർത്തി, വിസിലടിച്ചു, 5 പേരും കൂടെ ഓടി. അല്പം കഴിയുമ്പോൾ ഒരാൾ താഴെ വീണു. എന്താ സംഭവിച്ചെന്ന് അറിയാമോ? ബാക്കി 4 പേരും they came back and they supported the child and they were running together and they were clapping their hands. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അവരെ വിളിക്കുന്നത് മന്ദബുദ്ധികളാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ വിളിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താ? ആരും എവിടെ വീണാലും നീ നോക്കണ്ട, നീ അമ്മ പോയിട്ട് തിരിഞ്ഞു നോക്കിയാൽ. And if it is a 4,000 meter or 8,000 meter race, when you come to the curves, if you can knock down the other person and get the first prize. അങ്ങനെയാണ് നമ്മൾ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ it's a wrong method. കർത്താവിന്റെ ക്ലാസ് ഒക്കെ ഉദാഹരണങ്ങൾ വെച്ചായിരുന്നു. എപ്പോഴും പാരബിൾസ് പറയും. കൃഷിക്കാരുടെ സ്ഥലത്ത് ചെല്ലുമ്പോൾ കൃഷിയെ പറ്റി പറയും, ആട്ടിടയന്മാരുടെ കാര്യം പറയുമ്പോൾ ആടുകളെ പറ്റി പറയും. ഇവിടെ കർത്താവ് എക്സാമ്പിൾ ആയിട്ട് ഹിസ് ടീച്ചിങ് എയ്ഡ് ഇസ് എ ചൈൽഡ്. ഒരു കൊച്ചിനെ എടുത്തു പിടിച്ചിട്ടാണ് പറയുന്നത്. ആ കൊച്ചു പിന്നീട് അന്ത്യോക്യയിലെ ഇഗ്നാത്യോസ് എന്ന് പറയുന്ന പിതാവായി തീർന്നു എന്ന പാരമ്പര്യമുണ്ട്. ഈ കുഞ്ഞിനെ എടുത്തിട്ടാണ് പറയുന്നത്, unless you become like this child, you cannot enter the kingdom of God. ദൈവരാജ്യം സമീപിക്കണമെങ്കിൽ കുഞ്ഞുങ്ങളുടെ മനസ്സാണ് നമുക്ക് ആവശ്യം. അവിടെ കുഞ്ഞുങ്ങൾക്ക് ഒന്നും പൊസസ് ചെയ്യണമെന്നില്ല. കുഞ്ഞുങ്ങൾക്ക് മറ്റുള്ളവരുടെ സന്തോഷത്തിൽ സന്തോഷമാണ്. ആരോടും അസൂയയില്ല, ആരോടും പിണക്കമില്ല. മത്സരിച്ചാലും അല്പം കഴിയുമ്പോൾ അവര് ഒരുമിച്ചാണ്. ഇതാണ് the mind of a child. And we have to, all of us have this mind. നമുക്കൊക്കെ ഈ നല്ല മനസ്സായി. നമ്മളെയൊക്കെ മാമൂസ മുക്കാൻ കൊണ്ടുവന്നപ്പോൾ എന്ത് സുന്ദരിമാരും ഒക്കെ ആയിരുന്നു. ഇവിടെ അമ്മച്ചിമാരും ഒക്കെ പറഞ്ഞു, അയ്യോ ഇത് നല്ല സുന്ദരനായിരിക്കുന്നല്ലോ, സുന്ദരിയായിരിക്കുന്നല്ലോ. കാലങ്ങൾ കഴിഞ്ഞപ്പോ എന്തെല്ലാം മാറ്റങ്ങൾ വന്നു. ഇപ്പൊ നമ്മുടെ മനസ്സിങ്ങനെ മുഖം വീർത്ത് കെട്ടിയിരിക്കുക. ചിലരെ കാണുമ്പോഴത്തേക്കും മസിലെല്ലാം കൂടി അങ്ങ് വളരെ മുറുകിപ്പോ. ചിലരെ കാണുമ്പോൾ മാത്രമേ ചിരിക്കൂ. പള്ളി സമാധാനം കൊണ്ട് ചെല്ലുമ്പോഴും ചിലപ്പോൾ അങ്ങി എന്നിട്ട് മറ്റേ വഴി പോവുകയാണ്. ദിസ് ഈസ് അവർ മൈൻഡ്. ഇപ്പൊ കൊച്ചു കുട്ടികളെ പോലെ ആയിത്തീരണം എന്നാണ് പറയുന്നത്. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട്, രണ്ടാം ഭാഗത്തിലൂടെ പറയുന്നത്, whoever causes one of these little ones who believe in me to sin, it would be better for him
if a millstone were hung around his neck and he were drowned in the depth of the sea. ഈ കുഞ്ഞിനെ, ഇതുപോലെയുള്ള കുഞ്ഞുങ്ങളെ അവരെ വഴിതെറ്റിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവന്റെ കഴുത്തിൽ ഒരു വലിയ കല്ല് കെട്ടി സമുദ്രത്തിൽ കൊണ്ട് മുക്കണമെന്ന്. It's a terrible word of Jesus. നമ്മൾ ഒരിക്കലും ഓർക്കുന്നില്ല, we become models for the children. നമ്മൾ അറിയാതെ ഒത്തിരി കുഞ്ഞുങ്ങൾ നമ്മളെ ഇമിറ്റേറ്റ് ചെയ്യും. നമ്മൾ പള്ളിയിൽ നിൽക്കുമ്പോൾ, നമ്മൾ പൊതുയോഗത്തിൽ സംബന്ധിക്കുമ്പോൾ, നമ്മൾ മാർക്കറ്റിൽ പോകുമ്പോൾ, there are small little children. നമ്മൾ നോക്കുമ്പോൾ അവർ നമ്മളെ ശ്രദ്ധിക്കുന്നതായിട്ടൊന്നും തോന്നില്ല. ബട്ട് അവരിങ്ങനെ നമ്മളെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് it is your responsibility not only that you are sinless, but that you don't make causes for others to sin. മറ്റുള്ളവരെ പാപത്തിലേക്ക് നയിക്കാനുള്ള ഒരു സംഗതിയും നിങ്ങൾക്ക് പറ്റുകയില്ല. ഞാൻ നോർത്ത് ഇന്ത്യയിൽ ഒരു പള്ളിയിൽ പോയി ആഴ്ച ശുശ്രൂഷയ്ക്ക്. ഹുസോയെ പ്രാപിക്കാൻ വന്നപ്പോൾ എല്ലാ കുട്ടികളും ഇങ്ങനെ കൈ കെട്ടിയായിരുന്നു. ഞാൻ വിചാരിച്ചത് ഇത്തിരി കളി ആദ്യമായിട്ട് ഞാൻ കാണുന്നു. സാധാരണ കൈ കൂപ്പിയായിരുന്നു. ഇതെല്ലാ കുട്ടികളും കൈ പുറകിൽ കെട്ടിയായിരുന്നു. ഞാൻ വിചാരിച്ചത് കഴിഞ്ഞ് ഇവരോടൊന്ന് ഗുണദോഷിക്കണം, ഓരോരുത്തരുടെ കൈയൊക്കെ പിടിച്ച് ഞാൻ കൂപ്പി പിടിപ്പിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് അവസാനം ലൈനിന്റെ അവസാനം വന്നു. മിക്കവാറും അതിലുള്ളത് ഒരു കുടുംബത്തിലെ ആളുകളാണ്, കൊച്ചിട്ട് പറയുക. ഏറ്റവും അവസാനം നോക്കിയപ്പോഴാണ് എനിക്ക് കാരണം പിടികിട്ടിയത്. അവരുടെ വലിയ പക്ഷം വരുന്നത് ഇങ്ങനെ. അപ്പൊ ഞാൻ ആരെ പഠിപ്പിക്കണം? അപ്പച്ചനെ പഠിപ്പിക്കണോ, കുഞ്ഞിനെ പഠിപ്പിക്കണം? So we don't realize that people imitate us. കുഞ്ഞുങ്ങൾ നമ്മളെ അറിയാതെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നിങ്ങൾ നല്ലതായിട്ട് ജീവിക്കണമെന്ന് തന്നെയല്ല, മറ്റുള്ളവർക്ക് നല്ല ജീവിതം കാട്ടിക്കൊടുക്കുകയും വേണം. That is also your responsibility. കൈനോട് ദൈവം എന്താ ചോദിച്ചത്? ചോദിച്ചപ്പോൾ കൈന്റെ മറുപടി എന്തായിരുന്നു? Am I the keeper of my brother? My dear friends, of course you are the keeper of your brothers, your sisters, your wife, your children. പൗലോസിന്റെ സുവിശേഷത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, അവിശ്വാസിയായ ഭാര്യ ഭർത്താവ് മുഖേന വിശുദ്ധീകരിക്കും. അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖേന വിശുദ്ധീകരിക്കും. ഭാര്യ എത്ര വഴക്കാളിയായിരുന്നാലും ഭർത്താവ് നന്നായിട്ടൊക്കെ ജീവിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ കുറച്ചൊക്കെ കോപ്പി ചെയ്യും. ഭർത്താവ് എത്ര കുഴപ്പക്കാരനായിരുന്നാലും ഭാര്യ നന്നായിട്ട് ജീവിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ അറിയാതെ കുറച്ചൊക്കെ കോപ്പി ചെയ്യും. So if that happens in your family, in your society, we enter the kingdom of heaven. ദൈവം നന്നായിട്ട് ജീവിക്കുവാനും താഴ്മയോടെ മറ്റുള്ളവരുടെ ഇടയിൽ പെരുമാറുവാനും മറ്റുള്ളവർക്ക് നല്ല മാതൃക കാട്ടുവാനും നമ്മയൊക്കെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ